ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ലൈനിൻ്റെ പ്രൊജക്ഷൻ എന്താണ്, ഒരു ക്വാർട്ടറിൽ ഫസ്റ്റ് ക്വാർട്ടറിലെ പ്രൊജക്ഷൻ മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ അതാണ് നമ്മുടെ ഈ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലാണ് പഠിച്ചത്. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് ഇഫ് എ ലൈൻ ഈസ് ഇൻ 2 ക്വാർട്ടേഴ്സ്, രണ്ട് ക്വാർട്ടേഴ്സിൽ ഉണ്ടെങ്കിൽ രണ്ട് ക്വാർട്ടേഴ്സിൽ ഒരു ലൈൻ പ്ലേസ് ചെയ്തേക്കുവാണ്, അതിൻ്റെ പ്രൊജക്ഷൻ നോക്കണം. ഓക്കെ, അതാണ് കുറച്ചുകൂടെ ടഫാണ്. പക്ഷേ നമുക്ക് ഇത് അറിയാമെങ്കിൽ, ഇത് ബൈ ഹാർട്ട് ചെയ്താൽ ഇത് എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിരിക്കും. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ, ലൈൻ റൊട്ടേഷൻ്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം റഫായിട്ട് ഇത് വരച്ചു വെക്കുക. അതിൻ്റെ അതേ ഒരു മെത്തേഡാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഷേപ്പ് അല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പം B1 ഇവിടെ വന്നു, B2' ഇപ്പുറത്താ വരേണ്ട, അങ്ങനൊന്നുമില്ല കേട്ടോ. അങ്ങനൊന്നും പിന്നെ അതൊരു ഇത് ഫസ്റ്റ് ക്വാർട്ടറിലെ ലൈൻ കിടക്കുവാണെങ്കിലുള്ള ഷേപ്പാണ് നമ്മൾ ഇത് വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി പിന്നെ ഇനി വരയ്ക്കാൻ പോകുന്ന എല്ലാം ഈ ഒരു ഷേപ്പ് അല്ല, പക്ഷെ ഈ ഒരു മെത്തേഡാണ്. അതായത് A', B'' വരയ്ക്കുക. അതിൻ്റെ ലോക്കസ് എവിടെയായിരിക്കും? A' കിടക്കുന്നത്, A'-ന്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ ലോക്കസ് ഓഫ് A' ഇൻ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. B2' എല്ലാ പോയിന്റ്സും ഓരോ ലോക്കസിലാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാ പോയിന്റ്സും ഓരോ ലോക്കസിലാണ്. B', B'' ഒരു ലോക്കസിലാണ്, അതൊരു ലോക്കസിലാണ്. A', B2' ഒരു ലോക്കസിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ നമുക്ക് ലോക്കസ് കിട്ടും. ഒരു പോയിന്റ് കിട്ടിയാൽ മതി, ഈ ഒരു B' കിട്ടിയാൽ മതി, നമുക്ക് ഈ ഒരു ലോക്കസ് കിട്ടും. പിന്നെ B'' ഈസിയാണ്. നമുക്ക് ഈ സൈഡിന്റെ ട്രൂ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് കോമ്പസ് വെച്ച് ഒരു ആർക്ക് വരച്ച് എന്ത് ചെയ്യാം, ട്രൂ ലെങ്ത് A', B'' ജോയിൻ ചെയ്താൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും. അപ്പോൾ ലോക്കസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ലോക്കസ് ആദ്യം കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് കിട്ടിയാൽ അവിടെ ലോക്കസ് വരച്ചിരിക്കണം. അവിടെയാണ് നമ്മുടെ എല്ലാ പോയിന്റ്സും പ്ലേസ് ചെയ്തേക്കുന്നത്. നോക്കിക്കോണം, എല്ലാ പോയിന്റ്സും ആ ഓരോ ലോക്കസിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമല്ല, സെക്കൻഡും തേർഡും ഫോർത്ത് ക്വാർട്ടേഴ്സിലും വരെ ഉള്ള ലൈൻസിന്റെ പ്രൊജക്ഷൻ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കേണ്ട ഈ സംഭവമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ടോപ്പ് വ്യൂ ഓഫ് 75 mm ലോങ് ലൈൻ AB measures 50 mm. Point A is 50 mm in front of VP and 15 mm below HP. Point B is 15 mm in front of VP and is above HP. Draw the front view of AB and find its inclination with HP and VP. അപ്പോൾ നമുക്ക് ഗിവൺ എടുത്ത് എഴുതാം. ആദ്യം the top view of 75 mm long line is 75 mm long line ആണ്. ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് എന്തൊക്കെയാണെന്ന് അറിയാം. നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ എന്തൊക്കെ മീനിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന? A', B', അടുത്തത് ടോപ്പ് വ്യൂവിന്റെ AB2 is equal to 75 mm. ഓക്കെ, അപ്പോൾ ഗിവൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവണും റിസൾട്ടും എടുത്ത് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഗിവൺ എഴുതി. അടുത്തത് ടോപ്പ് വ്യൂ ഓഫ് 75 mm ലോങ് ലൈൻ AB മെഷേഴ്സ് 50 mm. അപ്പോൾ ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂ എന്താണെന്ന് അറിയാം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ടോപ്പ് വ്യൂ AB ആണെന്ന് അറിയാം. പക്ഷേ ഒരു സംഭവം കൂടെ ഉണ്ട്. എന്താണ്? AB എന്ത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ AB ആക്കുന്നത്? AB1 റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ AB ആക്കുന്നത്. അതുകൊണ്ട് AB1 എന്താണ്? 50 mm ആണ്. 50 mm ആണ്. നോക്കിക്കോ, AB1 റൊട്ടേറ്റ് ചെയ്തിട്ടാണ് AB ആക്കുന്നത്. അതായത് ടോപ്പ് വ്യൂ ലെങ്ത്. വേണമെങ്കിൽ ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ടോപ്പ് വ്യൂ ലെങ്ത് ഈസ് ഈക്വൽ ടു AB1 ഈസ് ഈക്വൽ ടു 50 mm. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റാണ് പറഞ്ഞേക്കുന്നത്. അതായത് രണ്ട് പോയിന്റ് AB ആണ് ലൈൻ, ക്യാപിറ്റൽ AB ആണ് ലൈൻ. ഓക്കെ, അപ്പോൾ AB ക്യാപിറ്റൽ എയും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ബിയുടെ പോയിന്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എന്താ, ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ ചെയ്താണ് ലൈനൊക്കെ വരച്ചത്. അല്ല, ഇവിടെ രണ്ട് പോയിന്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോയിന്റ് A is 50 mm in front of VP.
ഓക്കെ, പോയിന്റ് എ തന്നിട്ടുണ്ട്, നമ്മൾ എഴുതുകയാണ്. പോയിന്റ് എ ഈസ് 50 mm in front of VP and 15 mm below HP. 15 mm below HP. Below HP. HP की below. ഓക്കെ, അടുത്തത്. അപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, പോയിന്റ് ബി ഈസ് 15 mm. പോയിന്റ് ബി ഈസ് 15 mm in front of VP and is above HP. എന്ത് above HP? B is above HP. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? മെഷർമെന്റ് പറഞ്ഞിട്ടില്ല. അതൊരു സംഭവമാണ്, മെഷർമെന്റ് പറഞ്ഞിട്ടില്ല. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? പോയിന്റ് എ ഏത് ക്വാഡ്രന്റിലാണ്? അത് ആദ്യം ശ്രദ്ധിക്കുക. പോയിന്റ് എ എവിടെ കിടക്കുന്നത്? 50 mm above in front of VP and 15 mm below HP. ഏത് ക്വാഡ്രന്റിലാണ്? യെസ്, ഫോർത്ത് ക്വാഡ്രന്റിലാണ് ഇത് കിടക്കുന്നത്. പോയിന്റ് ബി എവിടെ കിടക്കുന്നുണ്ട്? പോയിന്റ് ബി, അപ്പോ ഒരു പോയിന്റ് ലൈനിന്റെ എ ബി ലൈനിന്റെ ഒരു പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിലും ഒരു പോയിന്റ് 50 mm in front of VP and is above HP എന്നാ പറഞ്ഞേക്കുന്നത്. എന്ത് പറഞ്ഞിട്ടില്ല? ഇവിടെ മെഷർമെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇൻ ഫ്രണ്ട് ഓഫും എബോവും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ കിടക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ കിടക്കുന്നത് അല്ലേ? അപ്പോ ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാർട്ടറിലും ഒരു പോയിന്റ് ഫോർത്ത് ക്വാർട്ടറിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? തീറ്റ ഇല്ല, ഫൈ ഇല്ല. അപ്പോൾ ഇൻക്ലൈൻഡ് ആണോ ഈ ഒരു ലൈൻ? അപ്പോൾ നമ്മൾ 3D ഫിഗർ നോക്കുക. 3D ഫിഗർ നോക്കുമ്പോൾ ഈ 3D ഫിഗർ നോക്കുമ്പോൾ നോക്കിക്കേ, A is 50 mm. ഇത് ഫോർത്ത് ക്വാർട്ടർ അല്ല അല്ലേ? 50 mm in front of VP and 15 mm H. ഇവിടാണ് ആ പോയിന്റ് A കിടക്കുന്നത് ഒന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് B is in first quarter. 15 mm in front of VP. 15 mm in front of VP. ഇത് മെഷർമെന്റ് പറഞ്ഞിട്ടില്ല. ഞാൻ അസ്യൂം ചെയ്യാൻ ഇങ്ങോട്ട് മാറി ഈ ഒരു പോയിന്റിലാണ് B പോയിന്റ് കിടക്കുക. അപ്പോൾ ഇതൊരു ലൈനാണ്. ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ജോയിൻ ചെയ്യാം. ഈ പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ലൈനിന് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. കാരണം ഇത് 50 ആണ്, ഇത് 15 ആണ്. അപ്പോൾ എന്തായാലും ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലേ? ലൈൻ ഇൻക്ലൈൻഡ് ആണ്. ഇപ്പൊ ലൈൻ ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ? സംഭവം ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ലൈൻ എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റിലും ഫോർത്തിലും, അതായത് അഡ്ജസന്റ് ക്വാഡ്രന്റ്സിലാണ് ലൈൻ കിടക്കുന്നത്. 1ലും 2ലും ആണെങ്കിലോ അതും അഡ്ജസന്റ് ക്വാഡ്രന്റിലാണ്. 3ലും 4ലും ആണെങ്കിലോ അതും അഡ്ജസന്റ് ക്വാഡ്രന്റിലാണ്. 2ലും 3ലും ആണെങ്കിലോ അതും അഡ്ജസന്റ് ക്വാഡ്രന്റിലാണ്. 1ലും 4ലും ആണെങ്കിലോ അതും അഡ്ജസന്റ് ക്വാഡ്രന്റിലാണ്. പക്ഷേ 1ലും 3ലും ആണെങ്കിലോ അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ക്വാഡ്രന്റിലാണ്. അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടോ. 1ലും 3ലും ലൈൻ കിടക്കാം, അതും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ക്വാഡ്രന്റ്. 4ലും 2ലും ആണെങ്കിലോ അല്ലെങ്കിൽ 2ലും 4ലും ആണെങ്കിലോ അതും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. അതൊന്ന് മനസ്സിൽ വെച്ചാൽ എന്തായാലും ലൈൻ എന്താണ്? ഇൻക്ലൈൻഡ് ആണ്. ടു HP ആൻഡ് VP ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അല്ലേ? അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരും? അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരും നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, സൈഡിലോട്ട് റഫായിട്ട് ആ ഫിഗർ വരച്ചു വെക്കുക. അതാണ് നമ്മുടെ റെഫറൻസ് ഫിഗർ അതാണ്. അപ്പൊ ആദ്യം അത് വരച്ചു വെക്കുക. എന്നിട്ട് XY ലൈൻ വരയ്ക്കുക. XY ലൈൻ വരച്ചു. യെസ്. ഇനി നമ്മുടെ ഗിവൺ ആണ് ആദ്യം നോക്കുന്നത്. ഗിവൺ നോക്കുന്നതിന് മുമ്പേ പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ ആണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്. പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങാം. എ ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പൊ ആദ്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം. 50 mm ഇൻ ഫ്രണ്ട് ഓഫ് ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റിൽ വരും, ഫോർത്തിൽ വരും. പക്ഷെ പറഞ്ഞിട്ടുണ്ട് ബിലോ HP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫോർത്തിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി 15. അപ്പൊ ഇനി നമുക്ക് എന്താ, ഇനി ക്വാഡ്രന്റ് വരയ്ക്കണം. ഇനി എന്താ മനസ്സിലാക്കണം? അപ്പൊ ഇത്രയും ഫോർത്ത് ക്വാഡ്രന്റിലാന്ന് അറിഞ്ഞു. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ VP യും HP അതാണ് ഇമ്പോർട്ടന്റ്. VP HP എവിടെ വരും? വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും XY ലൈനിന് താഴെ വരും. കാരണം എന്താണ് പറഞ്ഞിട്ടുണ്ട്, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ മുകളിലാണ് രണ്ടും വരുന്നത്. അതുകൊണ്ട് ഇത് താഴെയാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ രണ്ടും വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും അപ്പോൾ താഴോട്ടാണ് വരുന്നത്. ഇനി എന്താ നമ്മൾ നോക്കണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് നമുക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പോയിന്റ് നോക്കണം. അപ്പൊ താഴെയാണെന്ന് നമുക്കറിയാം. 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. എന്താണ് നോക്കേണ്ടത്? VP നോക്കരുത്, ആരോ നോക്കണം. ആരോ എങ്ങനെയാണ് കിടക്കുന്നത്? ഹൊറിസോണ്ടലാണ് അല്ലെ? 50 mm ഹൊറിസോണ്ടൽ ആരോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഹൊറിസോണ്ടൽ 50 mm ഹൊറിസോണ്ടൽ ആരോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. എന്ത് ചെയ്യണം പറഞ്ഞോ? A0 മാർക്ക് ചെയ്യുക. താഴോട്ട് 50 mm ഹൊറിസോണ്ടൽ ആരോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അതുകൊണ്ട് A ആണ്, A' അല്ല, A ആണ് വരയ്ക്കേണ്ടത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്നത് A ആണ്. അപ്പോൾ താഴോട്ട് A വരയ്ക്കുക. A0 വരയ്ക്കുക. അത് 50 mm ആണ്. A0 ഓക്കെ. A0 ഇതാണ്. A0ക്ക് പോയിന്റ് അല്ല, ജസ്റ്റ് A0 വരയ്ക്കുക. A0 വരയ്ക്കുമ്പോൾ എന്താണ്? A നമുക്ക് പോയിന്റ് കിട്ടി അല്ലെ? A പോയിന്റ് കിട്ടി. അപ്പൊ തന്നെ എന്ത് വരയ്ക്കണം? ലോക്കസ് വരയ്ക്കണം. വരച്ചോ. A0 Aയുടെ ലോക്കസ് ആണ്. ആ Aയുടെ ലോക്കസ് ഞാനിപ്പോ വരയ്ക്കാൻ പോവാ. ലോക്കസ് ഈസ് ആൻ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ ആണ്. അതിന് ഞാൻ പേര് കൊടുക്കാൻ പോവാ ലോക്കസ് ഓഫ് A. ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. ലോക്കസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കസിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുക. ലോക്കസ് ഓഫ് A ഇൻ ടോപ്പ് വ്യൂ അല്ലെ? ലോക്കസ് ഓഫ് A ഇൻ ടോപ്പ് വ്യൂ. അപ്പോൾ പോയിന്റ് എഴുതുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തു? അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ലോക്കസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത എന്താ? അടുത്ത പോയിന്റ് നോക്കണം. 15 mm വെർട്ടിക്കൽ ആരോ, വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ A' ഫോർത്ത് ക്വാഡ്രന്റിൽ രണ്ടും താഴെയാണ്. ഞാൻ ഈ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ 15 mm A' അവിടുന്ന് 1.5 cm എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. A' മാർക്ക് ചെയ്തു. A' മാർക്ക് ചെയ്താൽ ആദ്യം ഞാൻ എന്താ ചെയ്യണ്ടേ? ലോക്കസ് വരയ്ക്കണം. ഇവിടെ ഞാൻ ലോക്കസ് വരച്ചു. ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഞാൻ എന്തെഴുതും? ലോക്കസ് ഓഫ് പറഞ്ഞോ. A'. ലോക്കസ് ഇവിടെ ഈ ഫിഗറിൽ നോക്കണം. എന്താണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്? ലോക്കസ് ഓഫ് A' ഇൻ ഫ്രണ്ട് വ്യൂ. ലോക്കസ് ഓഫ് A'. in front view. Yes.
ഓക്കെ, അപ്പോൾ എ ഡാഷ് ഇവിടെ വന്നേ, ഇനി ഈ ഷേപ്പ് വരത്തില്ല, അത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വേണം, കാരണം ഫോർത്ത് ക്വാഡ്രന്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ രണ്ടും താഴെ. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കി നിങ്ങൾ ഇങ്ങോട്ടങ്ങ് അതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എ ഡാഷിന്റെ ലോക്കസ് ഓഫ് എ ഡാഷ് ഇൻ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ അത്രയും കിട്ടി. അപ്പൊ ഇത്രയും കിട്ടി അല്ലെ? ഇനി എന്താ ചെയ്യണ്ടേ? ഓക്കെ, അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യാം, ബി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബി മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, പുതിയ കാര്യമാണ്. നമ്മൾ A0 A' അല്ലേ മാർക്ക് ചെയ്തത്, ബി പോയിന്റ് വന്നു ഇല്ലേ? അത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുക. അപ്പോൾ പുതിയതായിട്ട് പഠിക്കുകയാണ്, ശ്രദ്ധിച്ചോണം. A0 A' A0 A ആണ്. പക്ഷേ നമുക്ക് ബി വരുമ്പോൾ B0 B2' B0 B2 ആണ് വേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ A0 B0. അപ്പോൾ പുതിയതായിട്ട് ഒരു പോയിന്റ് കൂടെ വന്നു ഇവിടെ, B0 B2 B0 B2'. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഏത്? ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന എൻഡ് പ്രൊജക്ടേഴ്സ് ആണ്. എന്താ വിളിക്കുന്നത്? എൻഡ് പ്രൊജക്ടേഴ്സ്. A0 to B0 എന്ന് പറഞ്ഞ എൻഡ് പ്രൊജക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ എൻഡ് പ്രൊജക്ടേഴ്സ് മാർക്ക് ചെയ്യാൻ ഞാൻ B0 എവിടെ ഞാൻ മാർക്ക് ചെയ്യും? ഈ XY ലൈനിൽ എവിടെ ഞാൻ മാർക്ക് ചെയ്യും B0? എനിക്ക് പറ്റുമോ B0 മാർക്ക് ചെയ്യാൻ? പറ്റില്ല, കാരണം എനിക്ക് മെഷർമെന്റ് ഇല്ല. അവിടെയാണ് നമുക്ക് ലോക്കസിന്റെ കളി വരുന്നത്, ലോക്കസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് B0 മാർക്ക് ചെയ്യാൻ ഒരു വഴിയില്ല അതിൻ്റെ അകത്ത്. പക്ഷേ ബി പോയിന്റും ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ഏത് ക്വാഡ്രന്റാണ്? ബി, ഫസ്റ്റ് ക്വാഡ്രന്റാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എവിടൊക്കെയാണ് VP ആൻഡ് HP? XY ലൈനിന് മുകളിലാണ് VP, XY ലൈനിന് താഴെയാണ് HP. അത് നിങ്ങൾക്കറിയാം. ഇനി എന്താ? ഇനി നമ്മൾ പോയിന്റ് നോക്കാം. 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഹൊറിസോണ്ടൽ ആരോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ 15 mm ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വരയ്ക്കേണ്ടത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ XY ലൈനിന് താഴെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു B2 അല്ലേ ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെ, അതായത് XY ലൈനിന് താഴെ. ഹൊറിസോണ്ടൽ പ്ലെയിൻ XY ലൈനിന് താഴെയാണ്. XY ലൈൻ, അപ്പോൾ 15 mm ഹൊറിസോണ്ടൽ ആരോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, അത് XY ലൈനിന് താഴെയാണ്. വരയ്ക്കേണ്ടത് B0 B2 ആണ്, അതായത് ഇത്രയും 15 mm ആണെന്നാ പറഞ്ഞേക്കുന്നത്. B2 ആണ് പോയിന്റ് വരയ്ക്കേണ്ടത്, അത് 15 mm ആണ്. പക്ഷെ എവിടെ ഞാൻ വരയ്ക്കും? B0 വരച്ചാൽ എനിക്ക് B2 വരയ്ക്കാൻ പറ്റുള്ളൂ, കാരണം B0യുടെ ഈ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കിട്ടിയാലേ എനിക്ക് B2 വരയ്ക്കാൻ പറ്റുള്ളൂ. ചുമ്മാ B2 എടുത്ത് ഇവിടെ ഈ ലോക്കസിൽ വരയ്ക്കാൻ പറ്റില്ല, എവിടെയും വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട് 15 mm ഇൻ ഫ്രണ്ട് ഓഫ്, അതായത് 15 mm ആണ് ഈ ഡിസ്റ്റൻസ് അല്ലേ? പക്ഷെ എനിക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? B2 വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ലോക്കസ് കിട്ടിയോ? B2 വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ തൊട്ടത് ഇവിടെ വരെയല്ലേ ഡിസ്റ്റൻസ്, ആ ഒരു പോയിന്റ് കിട്ടിയില്ലേ? അപ്പൊ എനിക്ക് ലോക്കസ് വരയ്ക്കാൻ പറ്റും. പക്ഷെ B2 പോയിന്റ് വരയ്ക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, കാരണം B0 to B2 പോയിന്റ് ആണ്. അത് എനിക്ക് ഒരു ലോക്കസ് കിട്ടി എനിക്ക് അല്ലേ? അതായത് ഈ ലോക്കസ് ഓഫ് B കിട്ടി, 15 mm ആണ്. XY ലൈനിന് താഴോട്ട് 15 mm ആണ് ആ ലോക്കസിന്റെ ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇനി നോക്കിക്കേ, A0 to A' 15 അല്ലേ? അതായത് ഈ ഡിസ്റ്റൻസ് 15 ആണ്, ഇതും 15 ആണ് അല്ലേ? ഇതും 15 അല്ലേ? ഇതും 15 അല്ലേ? അപ്പോ ഈ ലോക്കസ് ഓഫ് A' ലോക്കസ് ഓഫ് Bയും ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെയാണ്. അപ്പോ ഈ രണ്ട് ലോക്കസ് ഒന്നാണ്. അപ്പൊ ലോക്കസ് ഓഫ് A' ആൻഡ് ലോക്കസ് ഓഫ് B are same. Locus of B are same. Locus of A' and locus of B are same. Locus of A' and locus of B are same.
ഓക്കെ, അപ്പോൾ ഈ ലോക്കസ് രണ്ടും ഒരേ ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ B2 അപ്പൊ ഈ ഒരു ലോക്കസിൽ എന്തൊക്കെ വരും? ഈ ഒരു ലോക്കസിൽ എന്തൊക്കെ വരും? 15 mm ആണ് അല്ലേ? A' B2' എല്ലാം വരും, B2 വരും. ഓക്കെ, അപ്പോ രണ്ട് ലോക്കസ് എനിക്ക് കിട്ടി. ലോക്കസ് ഓഫ് A', ലോക്കസ് ഓഫ് B ഒരേ പ്ലെയിനിലാണ്. ഇതൊന്നും നോക്കണ്ട, ഒരു അറേഞ്ച്മെന്റ് നോക്കണ്ട, ഇത് മാത്രം നോക്കി നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കാം. ഓക്കെ, അപ്പൊ അത്രയും കിട്ടി. B2 നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം B0 പോയിന്റ് ഇല്ല. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല, എന്നാലേ B2 വരയ്ക്കാം. എനിക്ക് ഇവിടെ B0യുടെ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ഞാൻ അവിടുന്ന് താഴോട്ട് B2 ഇവിടെ വരച്ചേനെ. പക്ഷെ B2 വരയ്ക്കാൻ ഒക്കത്തില്ല. പക്ഷെ ലോക്കസ് കിട്ടി 15 mm താഴോട്ട്. കാരണം ലോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എടുത്ത് വരച്ചു. ഓക്കെ, ഇനി എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഞാൻ അതിന്റെ ഓർഡറിൽ അങ്ങ് പോവാണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ടോപ്പ് വ്യൂ ലെങ്ത് AB = AB1 = 50 mm. അപ്പോൾ AB1 എനിക്കറിയാം, അതാണ്ട് A ഉണ്ട്. B1 ഏത് ലോക്കസിലാണ് വരുന്നത്? B1 ലോക്കസ് ഓഫ് എയിലാണ്. ലോക്കസ് ഓഫ് ഏതാണ്? AB1 ഞാൻ വരയ്ക്കാൻ പോവാ 50 mm. ഓക്കെ, ഞാൻ ഇത് തിൻ ലൈൻ ആണെന്ന് വരച്ച് കുറച്ചുകൂടെ ഡാർക്ക് ആക്കി AB1 എന്ന് ഞാൻ വരയ്ക്കും. ഓക്കെ, AB1 ഞാൻ വരയ്ക്കും. ഈ ഇത് എൻ്റെ AB1 ആണ്, ഇത് AB1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ എന്ത് വരയ്ക്കും? AB1 വരയ്ക്കും. ഓക്കെ, അപ്പോൾ AB1 വരച്ചു. ഇനി നോക്കിക്കേ, ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. AB1 വരച്ചു. ഇനി AB1നെ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് B കിട്ടുന്നത്. നോക്കിക്കോ, AB1 എടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് B കിട്ടുന്നത്. താഴോട്ടാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? അല്ല, ലോക്കസ് ഓഫ് ബിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. എവിടെ ലോക്കസ് ഓഫ് ബി? ഇതാണ് ലോക്കസ് ഓഫ് ബി. ലോക്കസ് ഓഫ് A' അല്ല, ലോക്കസ് ഓഫ് ബി. A'-ഉം Bയും ഒരേ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ലോക്കസ് ഓഫ് ബി ഞാൻ എടുക്കുന്നു. അപ്പൊ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം? A സെന്റർ, AB1 റേഡിയസ്. ഞാൻ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ബിയിലോട്ട്, ലോക്കസ് ഓഫ് ബിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ലോക്കസ് ഓഫ് ബി ഇതാണ്, ഞാൻ അങ്ങോട്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. കോമ്പസ് വെക്കുക, പെൻസിൽ വെക്കുക. ജസ്റ്റ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തു. ഇതിനെ ഞാൻ എന്ത് വിളിക്കും? ബി എന്ന് വിളിക്കും. ഇതിനെ ഞാൻ ബി എന്ന് വിളിക്കും. റൊട്ടേറ്റ്. ഓക്കെ, ഇനി എന്താണ് നോക്കി? AB വന്നു. അപ്പോ Aയും Bയും എനിക്ക് ജോയിൻ ചെയ്യാലോ. Aയും B എനിക്ക് ജോയിൻ ചെയ്യാലോ. യെസ്, എനിക്ക് Aയും Bയും ജോയിൻ ചെയ്യാം. Aയും Bയും എനിക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തോ. അതിനെ ഞാൻ എന്ത് വിളിക്കും? ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് വിളിക്കും. അതിനെ ഞാൻ എന്ത് വിളിക്കും? ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് വിളിക്കും. നമുക്ക് ടോപ്പ് വ്യൂ ലെങ്തിന്റെ ആംഗിൾ എത്രയാണ്? ബീറ്റ ആണ്. കണ്ടോ, അപ്പൊ എനിക്ക് ബീറ്റയും കിട്ടി. അവിടെ എന്ത് കിട്ടി? ബീറ്റയും കിട്ടി. ബീറ്റ കിട്ടി. ബീറ്റ കിട്ടി. ഓക്കെ, അത് ആംഗിൾ എടുത്ത് എഴുതിക്കണം, കാരണം അത് റിസൾട്ടാണ്, നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്താ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ലോക്കസ് ഓഫ് ബി ഉണ്ട് അല്ലേ? ലോക്കസ് ഓഫ് ബിയിലോട്ട് എനിക്ക് AB2 കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? AB2 ഇവിടെ ഉണ്ട് 75. അപ്പോ എനിക്ക് AB2 വരച്ചൂടെ? ലോക്കസ് ഓഫ് ബി ഇല്ലേ? ലോക്കസ് ഓഫ് ബി ഇതാണ്ട്. ലോക്കസ് ഓഫ് ബിയിലോട്ട് AB2 വരാം. അപ്പൊ B2 എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കോമ്പസ് എടുക്കുക, 7.5 സെന്റിമീറ്റർ എടുക്കുക, എയിൽ വെക്കുക. ലോക്കസ് ഓഫ് ബിയിലോട്ട് B2 മാർക്ക് ചെയ്യുക. ലോക്കസ് ഓഫ് ബിയിലോട്ട് B2 മാർക്ക് ചെയ്യുക. ഒരു ആർക്ക് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. എങ്ങനെ ജോയിൻ ചെയ്യും? AB2
AB2 ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ആർക്ക് വരച്ചിട്ട് ഇവിടെ ഞാൻ ജോയിൻ ചെയ്യും AB2 മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ട്രൂ ലെങ്ത് വരയ്ക്ക്. എനിക്ക് AB2 കണക്ട് ചെയ്തൂടെ, ആണ് AB2 കണക്ട് ചെയ്യാം. ഇതാണ് AB2 ഞാൻ കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, AB2 എനിക്ക് കണക്ട് ചെയ്യാം. AB2 കണക്ട് ചെയ്യാം. അതിനെ ഞാൻ എന്ത് വിളിക്കാം, ട്രൂ ലെങ്ത് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ട്രൂ ലെങ്ത്. AB2 is the true length. AB2 is the true length. True length. അതാണ് നമ്മുടെ ട്രൂ ലെങ്ത് AB2. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ കണക്ട് ചെയ്ത് നമ്മൾ പോവാം. അപ്പോൾ AB2 കണക്ട് ചെയ്തു. ഇനി AB2നെ നമ്മൾ എങ്ങോട്ടാണ് വരയ്ക്കുന്നത്, മേളിലോട്ട്. B2നെ നമ്മൾ മേളിലോട്ട് വരയ്ക്കുമ്പോൾ B2 ഡാഷ് കിട്ടും. എവിടെ കൊണ്ടുപോയി B2 ഡാഷ് നമ്മൾ വരയ്ക്കുന്നത്, ലോക്കസ് ഓഫ് A ഡാഷ് ഇൻ ഫ്രണ്ട് വ്യൂവിൽ. ഇവിടെ ലോക്കസ്, ലോക്കസ് ഓഫ് A ഡാഷ്. എവിടെ ലോക്കസ് ഓഫ് A ഡാഷ്, അതാണ് ലോക്കസ് ഓഫ് A ഡാഷ്. അതായത് B2നെ മുകളിലോട്ട് വരച്ച് B2 ഡാഷിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അത് ലോക്കസ് ഓഫ് A ഡാഷിലാണ് കിടക്കുന്നത്. പക്ഷേ ലോക്കസ് ഓഫ് B ആൻഡ് ലോക്കസ് ഓഫ് A ഡാഷ് ആർ ഓൺ സെയിം ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ B2 ഡാഷും ഈ പോയിന്റ് അല്ലേ, ആണ്. B2 ഡാഷും ഈ പോയിന്റ് ആണ്. കാരണം ലോക്കസ് ഓഫ് A ഡാഷ് എവിടാണ്, ലോക്കസ് ഓഫ് ബിയിൽ നിന്നാണ് പോകുന്നത്. B2 പോകുന്നത്. അപ്പൊ ലോക്കസ് ഓഫ് ബിയും ലോക്കസ് ഓഫ് A ഡാഷും എവിടാണ്, ഒരേ ഹൊറിസോണ്ടൽ ലൈനിലാണ്. ഇത് തന്നെയാണ് B2 ഡാഷ്. ഈ പോയിന്റ് തന്നെയാണ് B2 ഡാഷ്. കണ്ടോ, ഈ പോയിന്റ് തന്നെയാണ് B2 ഡാഷ്. കാരണം ഒരു ലോക്കസ് ലൈനാണ്, ഒരേ ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, ടോപ്പ് വ്യൂലെ ട്രൂ ലെങ്ത് കിട്ടി, ടോപ്പ് വ്യൂ ലൈനും കിട്ടി. ഇനി ഫ്രണ്ട് വ്യൂ ലെങ്തും അവിടുത്തെ ടോപ്പ് ട്രൂ ലെങ്തും കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് എവിടം വരെയാ, ഇവിടം വരെ. ഇനി എന്ത് ചെയ്യണം, ഒരു ആർക്ക് വരയ്ക്കണം. അപ്പോ ഞാൻ ഈ ഒരു ആർക്ക് എനിക്ക് വേണം ഇങ്ങോട്ട് വരയ്ക്കാം. കാരണം എനിക്ക് ലോക്കസ് ഇല്ല, ഈ ലോക്കസ് എവിടാന്ന് എനിക്കറിയില്ല. എനിക്ക് വേണം ഇങ്ങോട്ട് വരയ്ക്കാം. തെറ്റുണ്ടോ? ഇല്ല, ലോക്കസ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ലോക്കസ് എവിടാന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഈ ഒരു ലൈൻ കിടക്കുന്നത് അഡ്ജസന്റ് ക്വാഡ്രന്റിലാണ്. അഡ്ജസന്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ഒരു ലൈൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ഷൻ XY ലൈൻ പാസ് ചെയ്തിരിക്കും. അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ലെങ്ത് ഒരു XY ലൈന് താഴെ കിടക്കുക. പക്ഷേ ടോപ്പ് വ്യൂ ലെങ്ത് XY ലൈന് താഴെ കിടക്കുക. പക്ഷേ നമ്മൾ അഡ്ജസന്റ് ക്വാഡ്രന്റിലാവുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്ഷൻ, അതായത് ടോപ്പ് വ്യൂ ലെങ്തോ ഫ്രണ്ട് വ്യൂ ലെങ്തോ, ഏതെങ്കിലും ഒരു പ്രൊജക്ഷൻ XY ലൈൻ പാസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കറിയാം A ഡാഷ് ഇനി AB പാസ് ചെയ്യത്തില്ല XY ലൈന് താഴെ. പക്ഷെ ഫ്രണ്ട് വ്യൂ ലെങ്ത് പാസ് ചെയ്യാം. A ഡാഷ് B ഡാഷ് പാസ് ചെയ്യാം. A ഡാഷ് ഇവിടെ കിടക്കുക, B ഡാഷ് ഇവിടെ ആയിരിക്കും. അപ്പൊ അത് XY ലൈൻ പാസ് ചെയ്തിരിക്കണം. കാരണം ടോപ്പ് വ്യൂ ലെങ്ത് XY ലൈൻ താഴെ. ഇനി ചാൻസ് ഉള്ളത് A ഡാഷ് B ഡാഷിനാണ്. അപ്പൊ എന്തായാലും XY ലൈൻ മുകളിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. B2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്താണ് B ഡാഷ് ആക്കുന്നത്. B2 ഡാഷിനെ റൊട്ടേറ്റ് ചെയ്താണ് ഞാൻ B ഡാഷ് ആക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. A ഡാഷ് സെന്റർ, B2 ഡാഷ് റേഡിയസ്. ഞാൻ അതാണ് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തു. പക്ഷെ ലോക്കസ് കിട്ടിയില്ല. ലോക്കസ് കിട്ടണമെങ്കിൽ B1 ഡാഷ് കിട്ടണം, അല്ലെങ്കിൽ B ഡാഷ് കിട്ടണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിയും B ഡാഷും ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പൊ ഞാൻ ഇതിനെ അങ്ങ് മുകളിലേക്ക് ഈ
ഈ ബി എ ഞാൻ മുകളിലേക്ക് അങ്ങ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കലായിട്ട് വരച്ചാൽ ഇവിടെ കട്ട് ചെയ്തില്ലേ? കട്ട് ചെയ്യുവോ? കട്ട് ചെയ്തു. അതായത് ബിയും ബി ഡാഷ് ഒരേ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഞാൻ എന്ത് വിളിക്കും? ഇതിനെ ഞാൻ എന്ത് വിളിക്കും? ബി ഡാഷ് എന്ന് വിളിക്കും. അതാണ് ബി ഡാഷ്. ബി എ ബി ഡാഷ്. അപ്പൊ എനിക്ക് ലോക്കസ് കിട്ടി. അവിടെ എനിക്ക് ലോക്കസ് കിട്ടി. അവിടെ എനിക്ക് ലോക്കസ് കിട്ടി. ഓക്കെ, horizontal line. This is the locus. And we name it as L dash L dash. Locus of B dash in front view. Full എഴുതണം. B dash in front view. B dash കിട്ടിയാൽ എനിക്ക് എങ്ങോട്ട് ജോയിൻ ചെയ്യാം? എ ഡാഷിലോട്ട് ജോയിൻ ചെയ്താൽ എ ഡാഷ് താഴെ കിടക്കുന്നു. എ ഡാഷ് താഴെ കിടക്കുന്നു. എ ഡാഷിലോട്ട് ജോയിൻ ചെയ്താൽ എനിക്ക് ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടും. ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടും. അപ്പൊ ഞാൻ ഇതിനെ അങ്ങ് ജോയിൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടും. ഇതിനെ ഞാൻ വിളിക്കും ഫ്രണ്ട് വ്യൂ ലെങ്ത്. എന്ത് വിളിക്കും? ഫ്രണ്ട് വ്യൂ ലെങ്ത്. ആ ആംഗിളിനെ എന്ത് വിളിക്കും? ആൽഫ എന്ന് വിളിക്കും. ആംഗിളിനെ എന്ത് വിളിക്കും? ആൽഫ എന്ന് വിളിക്കും. ആൽഫ എന്ന് വിളിക്കും അല്ലെ? ഇനി ഒരു സാധനം കൊണ്ട് എ ഡാഷ് ബി വൺ ഡാഷ് ഈ ലോക്കസിൽ തന്നെയാണ്. എ ഡാഷ് ബി വൺ ഡാഷ് അറിയാം. എന്താണ് ട്രൂ ലെങ്ത് ആണ്? 75 ആണ്. 7.5 സെന്റിമീറ്റർ എടുക്കുക. എ ഡാഷ് വെക്കുക. കട്ട് ചെയ്യുക. അവിടെ എന്ത് കിട്ടും? എനിക്ക് ബി വൺ ഡാഷ് കിട്ടും. അവിടെ എന്ത് കിട്ടും? ബി വൺ ഡാഷ് കിട്ടും. B1 dash. B1 dash. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. റൊട്ടേറ്റ് ചെയ്ത് B1 ആക്കി. B1 ഉം B1 ഡാഷും ഒരേ ലൈനാ. B1 ഡാഷിനെ കൊണ്ടുപോയ B1നെ കൊണ്ടുപോയ B1 ഡാഷിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് B1നെ കൊണ്ട് B1 ഡാഷിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് വരയ്ക്കുകയും ചെയ്യാം. രണ്ടും ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും ഒരേ ലൈനിലായിരിക്കും. ഈ B1 ഡാഷും B1 ഒരേ ലൈനിലായിരിക്കും. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് എനിക്ക് കട്ടും ചെയ്യാം. അതായത് എ ഡാഷ് B1 ഡാഷ്. അപ്പോൾ എനിക്ക് ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ട്രൂ ലെങ്ത്. ഇതായിരിക്കും ട്രൂ ലെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ B1 നേരെ കൊണ്ടുപോയാൽ മതി. B1 നേരെ കൊണ്ടുപോയാൽ എനിക്ക് B1 ഡാഷ് ഇവിടെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഇതാണ് ട്രൂ ലെങ്ത്. അതിന് കിട്ടുന്ന ആംഗിളിന്റെ പേരെന്താണ്? ഫൈ അല്ലേ? ഫൈ. എല്ലാം കിട്ടിയില്ലേ? ഫ്രണ്ട് വ്യൂ ലെങ്ത് എ ഡാഷ് ബി ഡാഷ്, ട്രൂ ലെങ്ത് എ ഡാഷ് B1 ഡാഷ്, എ ബി ടോപ്പ് വ്യൂ ലെങ്ത് ഇവിടുത്തെ. ഈ ട്രൂ ലെങ്തിനെ എന്ത് വിളിക്കും? തീറ്റ എന്ന് വിളിക്കും. സോറി, തീറ്റ അല്ലേ? തീറ്റ. ഇതാണ് തീറ്റ. അല്ല, തീറ്റ അല്ല. ഈ ട്രൂ ലെങ്തിനെ നമ്മൾ ഫൈ എന്ന് വിളിക്കും അല്ലേ? സോറി, ഫൈ തിരിവേ ഫൈ എന്ന് വിളിക്കും അല്ലേ? ഇതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കും. സോറി, ഇതിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കും. തിരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഫൈ, ഇത് തീറ്റ. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഫുള്ള് കിട്ടി. ഇനി എന്താ കിട്ടാനുള്ള? ഒന്നുമില്ല. അപ്പോൾ ഫൈയും ബീറ്റയും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് തന്നെ മെഷർ ചെയ്യണം. പിന്നെ ട്രൂ ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു 75 mm എന്ന് ഇവിടെ എഴുതിയാൽ മതി. പിന്നെ ഫ്രണ്ട് വ്യൂ ലെങ്തും ടോപ്പ് വ്യൂ ലെങ്തും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഡയമെൻഷൻ ലൈനും
ഇത് നോക്കി എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അതേപോലെ ടോപ്പ് വ്യൂ ലെങ്ത് ഇങ്ങോട്ട് ഒരു എക്സ്റ്റൻഷൻ ലൈന് തിൻ ലൈൻ ആയിരിക്കണം, ഡയമെൻഷൻ ലൈൻ എന്തായിരിക്കണം, തിൻ ലൈൻ ആയിരിക്കണം. രണ്ടും തിൻ ലൈൻ ആയിരിക്കണം. രണ്ടും എന്ത് ചെയ്യുക, ഡയമെൻഷൻ ചെയ്ത് എഴുതുക കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടോ ഇതിന്? ഇല്ല. പക്ഷെ നമ്മൾ വരച്ച ഇത് നോക്കിയാണ് ലോക്കസ് കണ്ടുപിടിക്കുക. ഇവിടെ ഈ B2 ഡാഷും B2 എടുക്കുന്നത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് B2 വരയ്ക്കാൻ പറ്റില്ല, കാരണം B0 A0 ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് B2 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ലോക്കസ് നമുക്ക് കിട്ടി 15 mm ഇൻ ഫ്രണ്ട് ഓഫ് EP. ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആരോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പൊ താഴോട്ടാണ് എന്തായാലും വരുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. B2 ആണ് വരയ്ക്കേണ്ടത്. പക്ഷെ B2 പോയിന്റ് വരയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ലോക്കസ് അങ്ങ് വരയ്ക്കുന്നു 15 mm. അത് ഈ ലോക്കസിലായി പോയി. അതുകൊണ്ട് B2ഉം B2 ഡാഷും ആ ലോക്കസിലായി പോയി. എന്നിട്ട് എന്താ, റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഒരു നോട്ട് എഴുതിക്കോ. ഈ നോട്ട് എഴുതുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റബ് ചെയ്യണേ. ആ നോട്ടൊക്കെ എഴുതിക്കോ. എന്താണ് നോട്ടെന്ന് വെച്ചാൽ, ഇപ്പോ ഇൻ കേസ് നോട്ട് if two points are in adjacent quadrants, if two points are in adjacent quadrants, one of the projections ബ്രാക്കറ്റിൽ എഴുതിക്കോ. if two points are in adjacent quadrants, one of the projections, അതായത് top view length അല്ലെങ്കിൽ front view length will cross the xy line. മനസ്സിലായോ? ഞാൻ ഇവിടെ പറഞ്ഞു തന്നെ, ഏതെങ്കിലും രണ്ട് ക്വാഡ്രന്റ്സ് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അഡ്ജസന്റ് ക്വാഡ്രന്റിലാണെങ്കിൽ, അഡ്ജസന്റ് ക്വാഡ്രന്റ് ഞാൻ പറഞ്ഞു 1 and 2 അല്ലെങ്കിൽ 2 3 അല്ലെങ്കിൽ 3 4 അല്ലെങ്കിൽ 1 4 ആണെങ്കിൽ one of the projection, ഒന്നുകിൽ ടോപ്പ് വ്യൂ ലെങ്ത് അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ലെങ്ത്, will cross the xy line. നോക്കിക്കോ, ഇവിടെ എന്താണ് ടോപ്പ് വ്യൂ ലെങ്ത് ഒരു xy ലൈനിന് താഴെ മാത്രം. പക്ഷേ A dash B dash ക്രോസ് ചെയ്താണ്ടോ? A dash B dash ക്രോസ് ചെയ്തില്ലേ? A dash B dash അതായത് ഫ്രണ്ട് വ്യൂ ലെങ്ത് ക്രോസ് ചെയ്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി if two quadrants are in diametrically opposite quadrants, if two points are in diametrically opposite quadrants, both projections അതായത് ഫ്രണ്ട് വ്യൂ ലെങ്ത് ആൻഡ് ടോപ്പ് വ്യൂ ലെങ്ത് will cross the xy line. ഇമ്പോർട്ടന്റ് ആണ്. അതായത് if two points diametrically opposite quadrantsലാണെങ്കിൽ, ഒന്നുകിൽ 1 3 അല്ലെങ്കിൽ 2 4 ആണെങ്കിൽ, both the projections അതായത് ഫ്രണ്ട് വ്യൂ ലെങ്തും ടോപ്പ് വ്യൂ ലെങ്തും xy ലൈൻ ക്രോസ് ചെയ്തിരിക്കും. ഇത് നോട്ടാണ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ലാസ്റ്റ് വൺ എഴുതിക്കോ. if two points if two points if two points are in same quadrant the projections will not cross the xy line. ഒരിക്കലും സെയിം ക്വാഡ്രന്റ് ആണെങ്കിൽ, സെയിം ക്വാഡ്രന്റ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഫ്രണ്ട് വ്യൂ ലെന്ത് ടോപ്പ് വ്യൂ ലെന്ത് എക്സ് വൈ ലൈൻ ക്രോസ് ചെയ്തോ? ഇല്ല, ഒരിക്കലും ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോ ഈ നോട്ടും കൂടെ എഴുതി വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം ആണ് 2 ക്വാഡ്രന്റിലുള്ളത്. ബാക്കി പുറകെ വരും. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇതിന്റെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്.